ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗം. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയത്തെ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം. ദേശകാലങ്ങളെ കണക്കാക്കാതെ അർഹരല്ലാത്തവർക്ക് ബഹുമാനം കൂടാതെയും നിന്ദയോടും കൂടിയും യാതൊരു ദാനം നൽകുന്നുവോ അത് താമസമെന്ന് പറയപ്പെടുന്നു. മോഷ്ടിച്ച് സമ്പാദിച്ച മുതൽ മ്ലേച്ഛസ്ഥാനങ്ങളിലും വനപ്രദേശങ്ങളിലും കൂടാരങ്ങളിലും നാൽക്കവലകളിലും ധർമ്മകൃത്യങ്ങൾക്ക് അയോഗ്യമായ മറ്റ് സ്ഥലങ്ങളിലും വെച്ച് വൈകിട്ടോ രാത്രികാലങ്ങളിലോ സ്തുതിപാഠകർ, പാമ്പാട്ടികൾ, അഭിസാരികകൾ, ചൂതാട്ടക്കാർ, മന്ത്രവാദിനികൾ തുടങ്ങിയവർക്ക് ദാനം ചെയ്യുന്നു. ആ ദാതാക്കളുടെ സൗന്ദര്യത്തിലും നൃത്ത വൈദഗ്ധ്യത്തിലും മതിമയങ്ങിയാണ് ഈ ദാനം ചെയ്യുന്നത്. കൂടാതെ തന്നെപ്പറ്റി പാടുന്ന സ്തുതിഗീതങ്ങൾ കാതുകളിൽ മധുരമായി മുഴങ്ങുന്നുണ്ടാകും. അതിൻ്റെ മാസ്മര ശക്തി മനസ്സിനെ വശീകരിക്കുന്നുണ്ടാകും എന്ന് തന്നെയുമല്ല, ഈ ആദാതാക്കൾ ചൂടുന്ന പുഷ്പങ്ങളുടെയും പുരട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളം ദാതാവിൽ കാമോന്മാദം ഉണർത്തി ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുന്നതിനുള്ള ആർത്തി ഉളവാക്കുന്നു. മറ്റുള്ളവരെ കൊള്ളയടിച്ച് ലഭിച്ച ധനം അവൻ ദാനമായി നൽകുന്നു. ഇത് വധശിക്ഷ നടത്തുന്ന ആരാചാരന്മാർ സൗജന്യമായി അന്നക്ഷേത്രം നടത്തുന്നത് പോലെയാണ്. ഈ ദാനം താമസമാണ്. ഇനിയും മറ്റൊരു വിധത്തിൽ ആകസ്മികമായി നടക്കുന്ന ദാനത്തെപ്പറ്റി കേട്ടോളൂ. അത് ഒച്ച് ഇഴഞ്ഞ് അക്ഷരമുണ്ടാകുന്നത് പോലെയോ കൈകൾ കൂട്ടിയടിക്കുന്നതിനിടയിൽ കാക്ക അകപ്പെടുന്നത് പോലെയോ കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. താമസനായ ഒരുവൻ ഒരു പുണ്യസ്ഥലത്ത് ഒരു ശുഭമുഹൂർത്തത്തിൽ എത്തുന്നു. അവിടെ വെച്ച് ബഹുമാന്യനായ ഒരാൾ താമസകുടിയുടെ സമ്പന്ന ഭാവം കണ്ട് അയാളെ സമീപിച്ച് ഭിക്ഷ യാചിക്കുന്നു. അയാൾ ദുരഭിമാനത്താൽ പ്രേരിതനായി ദാനം ചെയ്യുന്നു. എന്നാൽ അന്ധക്കരണ ശ്രദ്ധയില്ലാത്ത ഈ തമോ ഗുണി ആദാതാവിനെ വണങ്ങുകയോ അയാൾക്ക് അർഘ്യപാദ്യാദികളോ ആസനമോ നൽകി ആതിഥ്യമര്യാദ കാട്ടുകയോ ചെയ്യുകയില്ല. പിന്നെയല്ലേ ചന്ദനവും കളഭവും പുരട്ടി സ്വീകരിച്ചിട്ടില്ലെന്നോ നൈവേദ്യം അർപ്പിച്ച് ആദരിച്ചില്ലെന്നോ അയാളെപ്പറ്റി പരിഭവം പറയുന്നത്. ഇപ്രകാരം നിർമര്യാദം അയാൾ ആദാതാവിനോട് പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ പാണീതലത്തിൽ എന്തെങ്കിലും വെച്ചുകൊടുത്ത് ഒരു കടക്കാരനെ എന്നോണം പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തെ അവഹേളിക്കുകയും കണക്കിന് ശകാരിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയുമല്ല, താൻ ചെയ്ത ദാനത്തെപ്പറ്റി വീണ്ടും വീണ്ടും പറയുകയും അപ്പോഴൊക്കെ ആദാതാവിനെപ്പറ്റി അവജ്ഞയോടെ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ വിധമുള്ള ദാനം താമസദാനമാണ്. ഇപ്രകാരം സാത്വികവും രാജസവും താമസവുമായ ദാനലക്ഷണങ്ങൾ ഞാൻ നിനക്ക് വിശദമാക്കി തന്നു. അല്ലയോ അർജുന, ഇത്തരുണത്തിൽ നിനക്ക് ഒരു സംശയം തോന്നാം. സാത്വിക പ്രവർത്തനങ്ങൾ മാത്രമേ ഒരുവനെ സംസാരബന്ധത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുകയുള്ളൂ എന്ന് വരികിൽ രജസിൻ്റെയും തമസിൻ്റെയും പ്രവർത്തനങ്ങൾ വിവരിച്ചത് എന്തിനാണ് എന്ന് നീ ചോദിച്ചേക്കാം. ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധി കൈവശപ്പെടുത്തുന്നതിന് അത് കാക്കുന്ന ഭൂതത്തെ അടിച്ചോടിക്കണം. അഗ്നി ജ്വലിപ്പിക്കണമെങ്കിൽ ആദ്യം അതിൽ നിന്നുയരുന്ന പുകയുടെ ക്ലേശം അനുഭവിക്കണം. ഇതേ വിധത്തിൽ സത്വത്തെ മൂടുന്ന വാതിലുകളായ രജസും തമസും തുറന്ന് ശുദ്ധ സത്വത്തെ കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? ശ്രദ്ധ മുതൽ ദാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും 3 ഗുണങ്ങളും വ്യാപിച്ചിരിക്കുന്നു എന്ന് മുൻ ശ്ലോകങ്ങളിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ രജസ്തമോ ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. എന്നാൽ സത്വഗുണത്തെ വ്യക്തമായി വിവരിക്കാൻ വേണ്ടി 2 ഗുണങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടി വന്നു. ഒരു വസ്തു മറ്റ് 2 വസ്തുക്കളോടൊപ്പം സ്ഥിതി ചെയ്യുമ്പോൾ ആ 2 വസ്തുക്കളെയും അകറ്റിയാലാണ് ആദ്യത്തെ വസ്തു ശരിക്ക് ദൃശ്യമാകുന്നത്. രാത്രിയെന്നും പകലെന്നുമുള്ള സാമാന്യ ബോധം അകറ്റുമ്പോൾ മാത്രമേ അതിനിടയിലുള്ള സന്ധ്യാരൂപം വ്യക്തമായി നമുക്ക് ദൃശ്യമാകൂ. അപ്രകാരം രജസ്തമോ ഗുണങ്ങളുടെ വിനാശത്തോടെ സത്വഗുണം മാത്രം ഉത്തമമായ അവസ്ഥയിൽ അവശേഷിക്കുന്നു. ആകയാൽ സത്വഗുണത്തിൻ്റെ മേന്മ കാണിക്കാൻ വേണ്ടി രജസ്തമോ ഗുണങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിച്ചു. നിനക്ക് രജസ്തമോ ഗുണങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് സത്വഗുണത്തെ ആശ്രയിച്ച് നിന്റെ ലക്ഷ്യം കൈവരിക്കാം.
നീ എല്ലാ യജ്ഞങ്ങളും മറ്റ് കർമ്മങ്ങളും ശുദ്ധ സത്വഗുണത്തിൻ്റെ ചിത്തവൃത്തിയോടെ ചെയ്യുകയാണെങ്കിൽ നിന്റെ പ്രാപ്യസ്ഥാനം നിനക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ സത്വഗുണം നമുക്ക് മാർഗനിർദ്ദേശം നൽകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകുന്നു. സാത്വിക കർമ്മ പദ്ധതിക്ക് ഫലപ്രാപ്തിക്കരികെ എത്തുന്നതിനുള്ള കഴിവുണ്ട്. എന്നാൽ അതുമാത്രമായി നിന്നെ മോക്ഷത്തിലേക്ക് നയിക്കുകയില്ല. മറ്റ് ഏതോ വസ്തുവിൻ്റെ സഹായം കൂടി മോക്ഷപ്രാപ്തിക്ക് അത്യാവശ്യമാണ്. അത് കുറേ കൂടി ആഴമുള്ള വസ്തുവാണ്. ആ വസ്തുവിൻ്റെ സഹായം ഒരുവന് ലഭിക്കുമ്പോൾ അവൻ മോചനത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കാൽകുത്തുന്നു. ഒരു തോല സ്വർണത്തിന് 15 രൂപ വിലപിടിപ്പുണ്ടാകാം. ജ്ഞാനേശ്വർ മഹാരാജിൻ്റെ കാലത്തെ സ്വർണ്ണവിലയാണിത്. എങ്കിലും അതിന്മേൽ രാജകീയ മുദ്രയുണ്ടെങ്കിലേ അത് 15 രൂപ വിലയുള്ള നടപ്പ് നാണയമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധവും ശീതളവും സുഗന്ധപൂരിതവും സുഖദായകവുമായ ജലമുണ്ടെങ്കിലും അതിന് പവിത്രത ലഭിക്കണമെങ്കിൽ പുണ്യനദികളുമായുള്ള സംഗമം ഉണ്ടായിരിക്കണം. ചെറുതും വലുതുമായ നദികൾ ധാരാളമുണ്ടെങ്കിലും ഗംഗയെപ്പോലെ സമുദ്രത്തിലെത്തുന്ന ഏതെങ്കിലും മഹാനദികളോടൊപ്പം ചേർന്നാലേ അത് സിന്ധുവിലെത്തുകയുള്ളൂ. അതുപോലെ സാത്വിക കർമ്മങ്ങളുടെ സഹായത്തോടെ മോചനം തേടുന്ന ഒരുവൻ്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഇടയാകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇത് കേട്ടപ്പോൾ അത് എന്താണ് എന്നറിയാനുള്ള അർജുനൻ്റെ ഔത്സുക്യം വർദ്ധിച്ചു. അവൻ പറഞ്ഞു, ഭഗവാനെ, ദയവ് ചെയ്ത് അതെന്താണെന്ന് അരുളി ചെയ്താലും. കരുണാമയനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, സത്വഗുണികൾക്ക് മുക്തിയാകുന്ന രത്നം സമ്പാദിക്കുന്നതിന് സഹായകരമായിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറയാം. ഓം തത്സദിതി നിർദ്ദേശഃ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാഃ പുരാ. ഓം തത്സത് എന്നിങ്ങനെ ബ്രഹ്മത്തിന് 3 വിധത്തിൽ നാമനിർദ്ദേശമുണ്ട്. ആ 3 ശബ്ദം കൊണ്ടാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളെയും വേദങ്ങളെയും യജ്ഞങ്ങളെയും ആദിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. സർവജഗത്തിൻ്റെയും വിശ്രാമധാമമായ അനാദി പരബ്രഹ്മത്തിന് 3 പ്രകാരത്തിലുള്ള ഏകനാമമാണുള്ളത്. യഥാർത്ഥത്തിൽ അത് നാമജാതി വർഗരഹിതമാണ്. എന്നാൽ മോഹാന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്ന അജ്ഞാനികൾക്ക് തിരിച്ചറിയുന്നതിനായി വേദങ്ങൾ അതിന് ഒരു നാമചിഹ്നം നൽകി. ഒരു പേരോടുകൂടിയല്ല ഒരു ശിശു ജനിക്കുന്നത്. എന്നാൽ കാലാന്തരത്തിൽ അതിനൊരു പേര് നൽകി ആ പേര് ചൊല്ലി അതിനെ വിളിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും ആ ശിശു അത് കേട്ട് ഞെട്ടി ഉണർന്നു പോകും. അതുപോലെ ഐഹിക ജീവിതത്തിലെ കഷ്ടപ്പാടുകൊണ്ട് ക്ഷീണിതരായ ജനങ്ങൾ അവരുടെ ആവലാദികൾക്ക് അറുതി വരുത്താനായി പരബ്രഹ്മത്തോട് ദുഃഖ നിവേദനം നടത്തിയപ്പോൾ അവർ ഒരു സൂചക ശബ്ദം ഉപയോഗിച്ചാണ് പരബ്രഹ്മത്തെ അഭിസംബോധന ചെയ്തത്. അതിന് പരബ്രഹ്മത്തിൽ നിന്ന് പ്രത്യുത്തരം ലഭിച്ചപ്പോൾ അത് പരബ്രഹ്മത്തിൻ്റെ സാങ്കേതിക നാമമായി തീർന്നു. അനാദിയായ ബ്രഹ്മം നിശബ്ദമാണ്. ആ നിശബ്ദത ഭഞ്ജിക്കുന്നതിനും അതിൻ്റെ യഥാർത്ഥ അദ്വൈത സ്വരൂപം വെളിപ്പെടുത്തുന്നതിനുമായി ലോകത്തെ കാരുണ്യപൂർവ്വം വീക്ഷിക്കുന്ന വേദപിതാക്കൾ ഒരു നാമമന്ത്രം കണ്ടുപിടിച്ചു. ഈ നാമമന്ത്രം കൊണ്ട് ധ്യാനിച്ചാൽ ബ്രഹ്മം മുഖത്തോട് മുഖമായി പിന്നിൽ നിന്ന് നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്നാൽ വേദപർവ്വത ശൃംഗത്തിലുള്ള ഉപനിഷത് നഗരത്തിൽ ബ്രഹ്മദേവനോടൊപ്പം ഇരിക്കാൻ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ മന്ത്രത്തിൻ്റെ മഹിമ അറിയാൻ പാടുള്ളൂ. ബ്രഹ്മദേവന് പോലും ഈ മന്ത്രം ഒരു പ്രാവശ്യം ഉരുക്കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് സൃഷ്ടി നടത്തുന്നതിനുള്ള ശക്തി ലഭിച്ചത്. അല്ലയോ വീരോത്തമ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപ് ബ്രഹ്മാവ് ഏകാകിയും സംഭ്രാന്തനും ആയിരുന്നു. ഈശ്വരൻ എന്താണ് എന്നതിനെപ്പറ്റി അദ്ദേഹം ബോധവാനല്ലായിരുന്നു. ലോകസൃഷ്ടിക്ക് അദ്ദേഹത്തിന് പ്രാപ്തി ഇല്ലായിരുന്നു. എന്നാൽ ഈ മന്ത്ര ജപത്തോടെ അദ്ദേഹം മഹത്വം കൈവരിച്ചു. ഈ മന്ത്രത്തിൻ്റെ പൊരുൾ അന്ധകരണത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അനവരതം ധ്യാനിച്ചു. ഈ വർണ്ണത്രയ മന്ത്രം ആവർത്തിച്ചാവർത്തിച്ച് ഉരവിട്ടപ്പോൾ വിശ്വസൃഷ്ടിക്കുള്ള യോഗ്യത അദ്ദേഹത്തിന് ലഭിച്ചു. അനന്തരം അദ്ദേഹം ബ്രഹ്മജനങ്ങളെ, അതായത് ബ്രാഹ്മണരെ സൃഷ്ടിച്ചു. വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് വിധിപ്രകാരമുള്ള യജ്ഞങ്ങൾ ആചരിച്ച് ജീവിത നിർവഹണം നടത്താൻ അവരെ നിയോഗിച്ചു. അതിനുശേഷം അദ്ദേഹം എണ്ണമറ്റ
ജീവികളെ സൃഷ്ടിക്കുകയും മുപ്പാരിനെ പരമ്പരാഗതമായി അനുഭവിച്ച് ജീവസന്ധാരണം ചെയ്യുന്നതിന് അവർക്ക് പാരിതോഷികമായി നൽകുകയും ചെയ്തു. ഈ നാമമന്ത്രം കൊണ്ട് ബ്രഹ്മാവ് അഗ്രഗണ്യനായി. ലക്ഷ്മീപതിയായ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അർജുനൻ അതീവ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. ഭഗവാൻ തുടർന്നു. പ്രണവം സർവമന്ത്രരാജനാണ്. ഓം ആദിവർണമാണ്. തത് എന്നത് രണ്ടാമത്തേതും സത് എന്നത് മൂന്നാമത്തേതും ആകുന്നു. ഇപ്രകാരം ഓം തത് സത് എന്ന് 3 പ്രകാരത്തിലുള്ളതാണ് ബ്രഹ്മനാമം. ബ്രഹ്മത്തിൻ്റെ ഈ ത്രിവിധ നാമം ഉപനിഷത്തുകളിലെ മനോജ്ഞമായ മലരാണ്. അതിൻ്റെ പരിമളം നീ ആസ്വദിക്കേണ്ടതാണ്. ഈ മന്ത്രവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നീ സാത്വിക ധർമാചരണം നടത്തിയാൽ കൈവല്യം നിന്റെ ഗൃഹദാസനായി നിന്നെ സേവിക്കും. ഭാഗ്യം കൊണ്ട് ഒരുവന് കർപ്പൂരത്തിൻ്റെ ആഭരണങ്ങൾ ലഭിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ അത് എപ്രകാരമാണ് അണിയേണ്ടത് എന്നറിവില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അതുപോലെ ഒരുവൻ സാത്വിക കർമ്മങ്ങൾ ചെയ്യുകയും ബ്രഹ്മനാമം ഉരുവിടുകയും ചെയ്തുവെന്ന് വരാം. എന്നാൽ അതിൻ്റെ മഹിതമായ വിനിയോഗ രഹസ്യം അവന് അറിവുണ്ടായിരിക്കുകയില്ല. മഹാത്മാക്കളായ വ്യക്തികൾ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ വേണ്ടവണ്ണം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പുണ്യം നഷ്ടപ്പെട്ടു പോകും. ആഭരണങ്ങൾ ധരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുവന് ധാരാളം ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയെന്ന് വരാം. എന്നാൽ അത് വേണ്ട വിധത്തിൽ ധരിക്കാൻ അറിവില്ലാത്തതുകൊണ്ട് അവയെല്ലാം കൂടി ഒരു ഭാണ്ഡമാക്കി കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടാൽ എന്ത് പ്രയോജനമാണുള്ളത്? അതുപോലെ സത്കർമ്മങ്ങൾ ചെയ്യുകയും ബ്രഹ്മനാമം ഉരുവിടുകയും ചെയ്യുമ്പോൾ ശാസ്ത്രവിധി പ്രകാരമുള്ള അതിൻ്റെ വിനിയോഗ രഹസ്യം യഥാവിധി അറിയില്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾക്ക് ഒരു ഫലവും സിദ്ധിക്കുന്നതല്ല. ആഹാരപദാർത്ഥങ്ങൾ സമീപത്ത് തന്നെ ഇരിപ്പുണ്ടെങ്കിലും അതെടുത്ത് കഴിക്കുന്നതിനുള്ള കഴിവ് വിശന്ന് പൊരിയുന്ന ആ കുട്ടിക്കില്ലെങ്കിൽ എങ്ങനെയാണ് അവൻ വിശപ്പടക്കുക? എണ്ണയും തിരിയും തീയും ലഭ്യമാണ്. എന്നാൽ അത് സംയോജിപ്പിച്ച് ദീപം തെളിയിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിവില്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവുകയില്ല. അതുപോലെ യഥാസമയത്തുള്ള കർമ്മവും ബ്രഹ്മനാമത്തെപ്പറ്റിയുള്ള സ്മരണയും കൊണ്ട് മാത്രമല്ലാതെ യഥാർഹമായി അത് പ്രയോജനപ്പെടുത്തുവാനും അറിയണം. ഈ അറിവില്ലെങ്കിൽ ഫലം വ്യർത്ഥമായി തീരുകയേ ഉള്ളൂ. ആകയാൽ ത്രിവിധത്തിലുള്ള ബ്രഹ്മനാമം എപ്രകാരമാണ് യഥാവിധി വിനിയോഗിക്കേണ്ടത് എന്ന് ഞാൻ നിന്നോട് പറയാം, കേൾക്കുക. തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപഃ ക്രിയാഃ പ്രവർത്തന്തെ വിധാനോക്താഃ സതതം ബ്രഹ്മവാദിനാം. ആകയാൽ ബ്രഹ്മവാചകമായതുകൊണ്ട് ഓം എന്നുച്ചരിച്ചുകൊണ്ടാണ് ബ്രഹ്മാന്വേഷണ തൽപരന്മാരുടെ ശാസ്ത്രസംബന്ധമായ യജ്ഞം, ദാനം, തപസ് എന്നീ ക്രിയകൾ സർവദാ ആരംഭിക്കാറുള്ളത്. എല്ലാ കർമ്മങ്ങളുടെയും ആദിയിലും മധ്യത്തിലും അന്ത്യത്തിലും ഈ ബ്രഹ്മവാചകത്തിൻ്റെ ഓരോ വാക്കുകളും ഉച്ചരിക്കേണ്ടതാണ്. അല്ലയോ അർജുന, ഇപ്രകാരമാണ് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ഈ ബ്രഹ്മനാമത്തെ ഉപയോഗിക്കുന്നത്. അവർ ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള യജ്ഞാദി കർമ്മങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. കർമാരംഭത്തിൽ അവർ ഓംകാര രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നു. അത് മനോമുകുരത്തിൽ പതിഞ്ഞു കഴിയുമ്പോൾ അതിനെ സ്പഷ്ടമായി നാക്കുകൊണ്ട് ഉച്ചരിക്കുന്നു. ഇപ്രകാരം സ്ഫുടമായ പ്രണവ മന്ത്രോച്ചാരണത്തോടുകൂടിയാണ് അവർ കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഓരോ കർമ്മങ്ങളുടെയും തുടക്കത്തിലുള്ള പ്രണവ മന്ത്രോച്ചാരണം കൊടും തമസിൽ സുസ്ഥിരമായി നിൽക്കുന്ന ഒരു ദീപം പോലെ അനർഘമാണ്. അത് ഘോര കാനനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സഹായത്തിനുതകുന്ന ബലവാനായ ഒരു സഹയാത്രികനാണ്.